കുഴപ്പമില്ല ചേട്ടാ. ലച്ചു എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ലാതെ സിദ്ധു അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. നല്ല സാമ്പാര്, അവിയൽ. ഹലോ ഹായ്, ഒരു കട്ടക്കലിപ്പ് പ്രമോയുമായി ഉപ്പുമുളകും ടീം എത്തിയിട്ടുണ്ട്. പ്രമോയെ ആദ്യമേ കാണിക്കുന്നത് തന്നെ നമ്മുടെ പാറക്കുട്ടി വന്നിട്ട് കേശുവിനോട് പറയുന്നതാണ്, ചേട്ടാ എന്താ കുഴപ്പമുണ്ടല്ലോ ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. സംഭവം കേശു ആപ്പാട് കിളി പറഞ്ഞ് നിൽക്കുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ സിദ്ധു അവിടെ അങ്ങ് പൂണ്ട് വിളയാടുകയാണ്. ഭയങ്കര കലി പിടിച്ചാണ് നടക്കുന്നത് കേട്ടോ. സിദ്ധു ഭയങ്കര കലിപ്പിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഭവാനി അമ്മ എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലച്ചു ചായയൊക്കെ കൊണ്ട് കൊടുക്കാൻ നേരത്ത് ആ ചായ ഗ്ലാസ്സൊക്കെ എറിഞ്ഞ് ഉടച്ചിട്ട് ലച്ചുവിനോടൊക്കെ ആപ്പാട് കലിപ്പാണ്. ലച്ചു ഇത് കണ്ട് വായും പൊളിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കേശു പുറകെ കൂടി ചെന്നിട്ട് സിദ്ധുവിനെ എന്ത് തട്ടാനൊക്കെ ശ്രമിക്കുമ്പോൾ ആകപ്പാട് സിദ്ധു കേശുവിനോട് കലിപ്പെടുക്കുന്നുണ്ട്. മേലെ ഇതുപോലത്തെ തമാശയൊന്നും പാടില്ലെന്നൊക്കെ കേശുവിനോട് സിദ്ധു പറയുന്നുണ്ട്. ഇത് കണ്ട് ആകപ്പാട് എല്ലാവരും, സത്യം പറഞ്ഞാൽ ഉപ്പുമുളകും വീട്ടിൽ എല്ലാവരും ആകപ്പാട് കിളി പറഞ്ഞ് നിൽക്കുകയാണ് സിദ്ധുവിൻ്റെ പുതിയ ഈ വേഷപ്പകർച്ച കണ്ടിട്ട്. സിദ്ധു ഇതുവരെ ഇത്രയും കലിപ്പനായിട്ട് അവരും കണ്ടിട്ടില്ലല്ലോ. അതാണ് അവർക്ക് ഇത്രയും വലിയൊരു ടെൻഷൻ വന്നത്. പിന്നെ നമ്മുടെ അക്ക അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് സാമ്പാറും ഇഡ്ഡലി എന്നൊക്കെ പറയുന്നുണ്ട്. അക്ക വിചാരിച്ച് അക്ക ചിരിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അക്ക ഇടയ്ക്കൊന്നും പറയത്തില്ലെന്നൊക്കെ ആയിരിക്കും വിചാരിച്ച് ആറ്റിറ്റ്യൂഡിലാണ് ചെന്നത്. പക്ഷേ ദേ അക്കയെ വിറപ്പിച്ച് കളഞ്ഞ്. അക്ക അവിടെ അത് കേട്ട് പ്രതിമകളൊക്കെ അന്തം വിട്ടങ്ങ് നിൽക്കുവാണ്. പിന്നെ കേശുവിനെ തടസ്സം പിടിക്കാനായിട്ട് ലച്ചു വരുമ്പോൾ ലച്ചുവിനെയൊക്കെ എടുത്തിട്ട് അലക്കി വിടുവാണ് സിദ്ധു. എന്തായാലും കാലിപ്പ് പ്രമേയാണ്. സിദ്ധു ഇതുവരെ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇത്രയും കലിപ്പനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിലാണ് പാറമണ വീട്ടിൽ എല്ലാവരും. പാറക്കുട്ടിയൊക്കെ എവിടെ ഓടി ഒളിച്ചെന്ന് തോന്നുന്നു. ആദ്യം കാണിച്ചേ ഉള്ളൂ, പിന്നെ പാറക്കുട്ടിയെ അവിടെ അങ്ങ് കാണാൻ പോലും ഇല്ല. ലച്ചു എന്തൊന്നും അറിയാതെ വായും പൊളിച്ച് ഓരോ അടിയുടെ ഇടയ്ക്ക് നിന്ന് നിൽക്കുന്നുണ്ട്. ലച്ചുവിൻ്റെ എതിരെ കലിപ്പൊന്നും കാണിക്കുന്നില്ല ഇതുവരെ. അതെന്താണെന്ന് അറിയുന്നില്ല. ലച്ചുവിനെ വിട്ടതാണെന്ന് തോന്നുന്നു സിദ്ധു. പിന്നെ അതോ ഇനി എപ്പിസോഡിലുണ്ടാവുമെന്ന് അറിയത്തില്ല. ലച്ചുവിനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കിനി എപ്പിസോഡ് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കേശുവിനൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കേശുവിനും നമ്മുടെ അക്കായ്ക്കൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സിദ്ധുവിനെ ഇങ്ങനെ ആരും കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും. സിദ്ധു എന്താണെന്ന് അറിയത്തില്ല. സിദ്ധു ഒരു ടെൻഷനിലാണ്. സിദ്ധു തലയുടെ മുടിയൊക്കെ അങ്ങനെ അഴിച്ചൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. ഭവാനിയമ്മയുടെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ലച്ചു ആയിരിക്കും എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഭവാനിയമ്മ അവരുടെയൊക്കെ പറയുന്നത്. പക്ഷെ ലച്ചു ഒന്നും ഒപ്പിച്ചതായിട്ട് കാണുന്നില്ല. കാര്യം ലച്ചു ഒന്നും അറിയുന്നില്ല. ലച്ചു ഓരോ ഇത് കാണുമ്പോഴും ആപ്പാട് വായും പൊളിച്ച് നിൽക്കുവാണ് ലച്ചു ചെയ്യുന്നത്. എന്തായാലും എപ്പിസോഡ് കാണുമ്പോൾ അറിയാം എന്താണ് സിദ്ധുവിൻ്റെ ഇത്രയും കലിപ്പിൻ്റെ കാര്യമെന്ന്. എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. എപ്പിസോഡ് വരട്ടെ. എന്തായാലും കാണാനൊരു വ്യത്യസ്തത ഉണ്ടാകുമെന്ന് തോന്നുന്നു. സിദ്ധുവിൻ്റെ പുതിയൊരു ആറ്റിറ്റ്യൂഡാണല്ലോ നമ്മൾ കാണുന്നത്. ശരി, അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയൂ. ഓക്കെ, ബൈ.